ബാറുടമകളിൽ നിന്ന് 2 തവണ ധനമന്ത്രി കെ എം മാണി 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. പാലായിലെ വസതിയിൽ വെച്ച് 15 ലക്ഷവും തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ വെച്ച് 10 ലക്ഷം രൂപയും വാങ്ങിയെന്നാണ് SP സുകേഷിന്റെ കണ്ടെത്തൽ. കോഴ വാങ്ങി അധികാര ദുർവിനിയോഗം നടത്തിയ കെ എം മാണിയെ അഴിമതി നിരോധന നിയമപ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശുപാർശയുണ്ട്. ബാറുടമകളിൽ നിന്ന് കെ എം മാണി പണം വാങ്ങിയതിന് തെളിവുകളില്ലെന്ന അന്തിമ റിപ്പോർട്ടിന് നേർവിപരീതമായ കണ്ടെത്തലുകളാണ് SP സുകേഷിന്റെ വസ്തുതാപര റിപ്പോർട്ടിലുള്ളത്. 22/3/2014 മാണിയുടെ പാലയിലെ വീട്ടിലെത്തിയ ബാറുടമകൾ 15 ലക്ഷം രൂപ മാണിക്ക് കൈമാറിയിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും ഇത് വ്യക്തമാക്കുന്നു. 2/4/2014 തിരുവനന്തപുരത്തെ മാണിയുടെ ഔദ്യോഗിക വസതിയായ പ്രശാന്തിൽ രാജ്കുമാർ ഉണ്ണി ബിജു രമേശിന്റെ കാറിലെത്തി. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ഗാർഡ് റൂം രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ട്. മാണിക്ക് 10 ലക്ഷം രൂപ രാജ്കുമാർ ഉണ്ണി നൽകുന്നത് കണ്ടുവന്ന അമ്പിളിയുടെ മൊഴി സത്യമാണ്. ഇത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടു. എന്നാൽ 8/5/2015 മാണിയുടെ മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം എല്ലാം നിഷേധിച്ചു. പക്ഷേ രാജ്കുമാർ ഉണ്ണി ഔദ്യോഗിക വസതിയിലെ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴി തന്നെ സംശയം ജനിപ്പിക്കുന്നതാണ്. കൂടാതെ 24/3/2014 ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യം ക്യാബിനറ്റിൽ വന്നിരുന്നു. എന്നാൽ അന്ന് അത് നീട്ടിവെച്ചു. ഇത്തരത്തിൽ തീരുമാനം ബോധപൂർവം വൈകിപ്പിച്ചത് മാണി കോഴ വാങ്ങാൻ വേണ്ടിയാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നത്. 2014 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ബാറുടമകൾ പണം പിരിച്ചിട്ടുണ്ട്. ഇത് പല ബാറുടമകളുടെയും മൊഴിയിൽ നിന്ന് വ്യക്തം. പക്ഷേ ഈ പണം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. പണം പിരിച്ചത് എന്തിനാണെന്ന കൃത്യമായ ഉത്തരം നൽകാൻ ബാറുടമകൾക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇത്തരത്തിൽ സാക്ഷിമൊഴിയും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും മാണിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമത്തിലെ 7, 13 ക്ലോസ് 1, 13 ക്ലോസ് 2 എന്നീ വകുപ്പുകൾ പ്രകാരം കോഴ വാങ്ങി അധികാര ദുർവിനിയോഗം നടത്തിയ മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് SP സുകേശൻ വസ്തുതാവിവര റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തിയപ്പോൾ ബാർ കോഴ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണം തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതാവിവര റിപ്പോർട്ട്. കെ എം മാണി പണം വാങ്ങിയതിന് എല്ലാ തെളിവുകളുമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് K രതീഷിനൊപ്പം സേഫ് സിനുലാബ്ദീൻ, റിപ്പോർട്ടർ.